എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. അപ്പൊ ഇതാ PSC പരീക്ഷകളുടെ കൺഫർമേഷൻ ഓരോന്നായിട്ട് നമ്മൾ കൊടുത്തു തുടങ്ങി. എക്സാമിനുള്ള തകൃതിയായുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളുടെ പഠനത്തെ ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാ PSC പരീക്ഷകൾക്കും പൊതുവായി ചോദ്യം വരുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം അല്ലെ. നമുക്ക് എന്തായാലും നോക്കാം. ഇതിൽ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഒരു മാർക്ക് എല്ലാ പരീക്ഷയ്ക്കും കണ്ടുവരുന്നതാണ്. ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യമാണ്? വാക്യശുദ്ധി അല്ലെ. എന്താ ഈ വാക്യശുദ്ധി എന്ന് പറഞ്ഞാല്? വാക്യത്തിലുള്ള തെറ്റുകളെ തിരുത്തുക എന്നുള്ളതാണ് വാക്യശുദ്ധി. അപ്പൊ നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ എവിടെയാണ് തെറ്റെന്ന് നോക്കിയാലോ. നോക്കിയേ, ജാഥയിൽ ഏകദേശം 1000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഉദ്ദേശം 20-നടുത്ത് കുടുംബാംഗങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നു. ഏറെക്കുറെ 50-ലധികം ആളുകളെ വന്നുള്ളൂ. 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. ഇതിൽ ഏത് ആൻസർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയല്ലേ? ചില സമയങ്ങളിൽ നമ്മൾ കുറെ കൺഫ്യൂഷൻ ആകും. അപ്പൊ വാക്യത്തിൽ എന്ത് തെറ്റാണ് വരുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കിയേ, ജാഥയിൽ ഏകദേശം 1000-ഓളം. എന്താ ഇവിടെ മിസ്റ്റേക്ക്? ഏകദേശം. തോളം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, 1000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ. ഒരു കൃത്യമായ കണക്കില്ല. ഏകദേശം തോളം ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. ഈ വാക്യം തെറ്റാണ്. രണ്ടാമത്തതോ, ഉദ്ദേശം 20-നടുത്ത് കുടുംബാംഗങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നു. വാക്യത്തിന്റെ ഘടനയെ തെറ്റാണ്. അത് മാത്രല്ല, ഉദ്ദേശം 20-നടുത്ത്, ഇത് രണ്ടും സമാനമായ അർത്ഥം തരുന്നു. അപ്പൊ ഇതും തെറ്റാണ്. അടുത്ത നോക്കിയേ, ഏറെക്കുറെ 50-ലധികം ആളുകളെ വന്നുള്ളൂ. ഏറെക്കുറെ 50-ലധികം എന്ന് നമ്മൾ പറയോ? ഇല്ല. 50-ലധികം ആളുകളെ വന്നുള്ളൂ. അല്ലെങ്കിൽ ഏറെക്കുറെ 50-ലധികം. അധികം, ഏറെക്കുറെ, ഇതിന്റെ ഒന്നും ആവശ്യം ഇവിടെയും വരുന്നില്ല. അപ്പൊ ഈ ഒരു വാക്യവും തെറ്റാണ്. 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. ശരിയല്ലേ? ഉറപ്പായിട്ടും ഇത് ശരിയാണ്. അപ്പൊ വാക്യത്തിൽ വന്ന തെറ്റ് എന്താണ് ഇവിടെ എന്ന് മനസ്സിലായോ? ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന തെറ്റ് എന്ന് പറയുന്നത് ഏതാ? പൗനരുക്ത്യം. പൗനരുക്ത്യം അഥവാ പുനരുക്തി എന്ന് പറയുന്ന ഒരു ദോഷമാണ് ഇവിടെ നമ്മള് കണ്ടേക്കുന്നത്. അപ്പൊ നേരിട്ടും അല്ലാതെയും ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് ഓർക്കുക. അതുപോലെ എന്തൊക്കെ തെറ്റുകൾ വാക്യത്തിൽ കടന്നു വരും പഠിച്ചു വെച്ചോ. ഒന്നാമത്തെ തെറ്റ് എന്ന് പറയുന്നത് എന്താണ്? പദദോഷമാണ്. പദദോഷം. എന്താ ഈ പദദോഷം? അതായത് തെറ്റുകൾ അല്ലെ. പദദോഷം എന്ന് പറഞ്ഞ അക്ഷരത്തെറ്റുകൾ വരാം, തെറ്റായ പദങ്ങളുടെ പ്രയോഗങ്ങൾ വരാം. അതൊക്കെയാണ് പദദോഷം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ദോഷാണ് പദക്രമഭംഗം. പദക്രമഭംഗം. ഈ ക്രമഭംഗം എന്ന് പറഞ്ഞ എന്താ? അതായത് ഒരു വാക്യത്തിലെ പദങ്ങൾക്ക് കൃത്യമായ സ്ഥാനമുണ്ട്. എന്താ ഈ സ്ഥാനം? കർത്താവ്, കർമ്മ, ക്രിയ. കർത്താവ്, കർമ്മം, ക്രിയ എന്ന കൃത്യമായ ഒരു സ്ഥാനം ഒരു വാക്യത്തിലുണ്ട്. അപ്പൊ ഇവ തെറ്റുന്നത് മൂലമുണ്ടാകുന്ന ദോഷമാണ് പദക്രമഭംഗം. മൂന്നാമത്തെ ദോഷാണ് പൗനരുക്ത്യം അഥവാ പുനരുക്തി. വീണ്ടും ആവർത്തിച്ചു വരിക. ഒരേ അർത്ഥം തരുന്ന, ഒരേ ആശയം തരുന്ന പദങ്ങൾ വീണ്ടും ആവർത്തിച്ചാൽ ഉണ്ടാകുന്ന ദോഷത്തെ പൗനരുക്ത്യം അഥവാ പുനരുക്തി എന്ന് നമുക്ക് പറയാം. നാലാമത്തെ ദോഷമാണ് സമുച്ചയ ദോഷം. സമുച്ചയം എന്ന് പറഞ്ഞ എന്താ? അതായത് ഒരു വാക്യം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോഴാണ് അല്ലെ. ഇങ്ങനെ കൃത്യമായി രണ്ട് പദങ്ങളെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യയമാണ് എന്ന പ്രത്യയം. രണ്ട് പദങ്ങളെ വേർതിരിക്കാനാണെങ്കിലോ ഓ എന്ന പ്രത്യയം അല്ലെ. ഇവ കൃത്യമായി ഒരു വാക്യത്തിൽ യഥാസ്ഥാനത്ത് ചേരാത്തത് മൂലം ഉണ്ടാകുന്ന ദോഷം സമുച്ചയ ദോഷം എന്ന് പറയുന്നു.
ഇനി അഞ്ചാമത്തതോ സംഖ്യാദോഷം. എന്താ സംഖ്യാദോഷം? അതായത് സംഖ്യാശബ്ദങ്ങൾക്ക് ശേഷം എല്ലായ്പ്പോഴും ഏകവചനം മാത്രമേ വരാവൂ. ബഹുവചനം വന്നാലോ ആ വാക്യം തെറ്റായിരിക്കും. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ ഉണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ വാക്യശുദ്ധിയിൽ നിന്ന് നമുക്ക് 1 മാർക്ക് സൂപ്പർ ആയിട്ട് നേടാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സംസ്കൃതത്തിലുള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏത്? ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യമാണ്? വചനം എന്ന് പറയുന്ന ടോപ്പിക് ആണ് അല്ലെ. ഇതോ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ കാണാറുണ്ട് വചനം. എന്താ വചനം എന്ന് പറഞ്ഞാല് ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നതാണ് വചനം അല്ലെ. ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നതിനെ വചനം എന്ന് പറയുന്നു. സംസ്കൃതത്തിലുള്ളതോ മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏത്? ഏകവചനം, ദ്വിവചനം, ബഹുവചനം, പൂജക ബഹുവചനം. ഏതാ ഇതിന്റെ ആൻസർ? നമുക്കൊന്ന് നോക്കിയാലോ. അതായത് വചനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ വചനത്തെ തന്നെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാത്? ഏകവചനം അല്ലെ, ഏകവചനം, അതുപോലെ ബഹുവചനം എന്ന് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്നിട്ടോ ഏകവചനം ഒന്നിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതെന്തായാലും നമ്മുടെ ആൻസർ അല്ല. രണ്ടാമത്തെ ബഹുവചനം വന്നിട്ടുണ്ട്. ഇതും നമ്മുടെ ആൻസർ അല്ല. ബഹുവചനം എന്ന് പറഞ്ഞ എന്താ? ഒന്നിലധികം വസ്തുക്കളെ സൂചിപ്പിക്കുന്നത് ബഹുവചനം. ഈ ബഹുവചനത്തെ തന്നെ വീണ്ടും 3ആയിട്ട് തിരിച്ചു. ഏതാ? സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. ഇങ്ങനെ വീണ്ടും 3ആയിട്ട് തിരിച്ചു. അപ്പൊ ഇവിടെ നോക്കി പൂജക ബഹുവചനം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്താ? സംസ്കൃതത്തിലുള്ളതോ എന്നാൽ മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനം ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ നമുക്ക് പറയാം ഓപ്ഷൻ ബി, ദ്വിവചനമാണ്. ഓക്കെ, ദ്വിവചനമാണ്. അപ്പൊ ഇനി നോക്കിക്കേ, ഇവിടെ നമ്മുടെ ബഹുവചനത്തെ സലിംഗം, മലിംഗം, പൂജകം എന്ന് തിരിച്ചു അല്ലെ. സലിംഗം എന്ന് പറഞ്ഞ എന്താ? പല പരീക്ഷയ്ക്കും നമ്മൾ കണ്ടുവരാറുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഏത്? അതുപോലെ ഇങ്ങനെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാല് നമുക്ക് 3 ലിംഗം ഉണ്ട്. പുല്ലിംഗം ഉണ്ട്, സ്ത്രീലിംഗം ഉണ്ട്, നപുംസകലിംഗം ഉണ്ട്. ഈ 3 ലിംഗത്തെയോ അവയുടെ ബഹുത്വത്തെ മുൻനിർത്തി സൂചിപ്പിച്ചാൽ സലിംഗ ബഹുവചനം. അച്ഛന്മാർ, അമ്മമാർ, സ്ത്രീകൾ, പെൺകുട്ടികൾ ഇല്ലേ, മലകൾ, പൂക്കൾ, കുന്നുകൾ, ഇതൊക്കെ വരുന്നത് സലിംഗമായിരിക്കും. അലിംഗം എന്ന് പറഞ്ഞാലോ നമുക്ക് സ്ത്രീയും പുരുഷൻ എന്നിങ്ങനെ പ്രത്യേകം ലിംഗം തിരിക്കാൻ പറ്റാത്തവയാണ് അലിംഗ ബഹുവചനം. മക്കൾ, മക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? പുരുഷനും ഉണ്ട്, സ്ത്രീയും ഉണ്ട് അല്ലെ. പുല്ലിംഗം ഉണ്ട്, സ്ത്രീലിംഗവും ഉണ്ട്. കേരളീയർ, ജനങ്ങൾ, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാലോ നമ്മൾ ഒരാളെ പൂജക ബഹുവചനം പൂജിക്കുന്നത് എപ്പോഴാ? ബഹുമാനം കൂടുമ്പോഴാണ് അല്ലെ. അപ്പൊ ഒരു വ്യക്തിയെ ബഹുമാനാർത്ഥം സൂചിപ്പിച്ചാൽ അത് പൂജക ബഹുവചനം. പണിക്കർ, ദ്രോണർ, സ്വാമികൾ, ഭീഷ്മർ, അവർകൾ, നിങ്ങൾ, താങ്കൾ, ഇതൊക്കെ വരുന്നത് പൂജകമായിരിക്കും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ പഠിച്ചു വെക്കാം. 1 മാർക്ക് നമ്മുടെ കയ്യിൽ ഈസി ആയിട്ട് കിട്ടി. ക്ലിയർ ആയല്ലോ? അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. പലവുരു പിരിച്ചെഴുതുക. പലവുരു എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്ന് വെച്ചാൽ പലവുരു ആവർത്തിച്ചു, പല പ്രാവശ്യം, പല തവണ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ പലവുരുയെ നമ്മൾ എങ്ങനെ പിരിച്ചെഴുതി നോക്ക്. പല അധികം ഒരു ആണോ, പല അധികം കുരുവാണോ, പല അധികം പുരുവാണോ, പല അധികം ഉരുവാണോ? ഉരുവിട്ടു, ഉരുവിടുക. പല തവണ, പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, പല തവണ ഉരുവിടുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്ന എന്താ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ.
പലവുരു. ഓക്കെ, ഓപ്ഷൻ ഡി. ഇനി ഇവിടെ നമ്മൾ പിരിച്ചെഴുതുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് പഠിച്ചേക്കുന്നത് അല്ലെ. ഈ പിരിച്ചെഴുത്ത് നമ്മുടെ സിലബസിനകത്ത് പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത് എന്ന് കാണുമ്പോ അവിടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടുന്നത് എന്താണ്? പിരിച്ചെഴുത്ത് എന്ന് പറയുമ്പോൾ സന്ധി എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ പല അധികം ഒരു, ഈ പ്ലസിനെയാണ് മലയാളത്തിൽ അധികം എന്ന് പറയുന്നത്. അപ്പൊ പല അധികം ഒരു, ഇത് ഏത് സന്ധിയാണ് എന്ന് ചോദിച്ചാൽ ഏത് സന്ധി ആയിരിക്കും ഇത്? ഇത് നമുക്ക് പറയാം ആഗമസന്ധിയാണ്. ആഗമസന്ധി. എന്തുകൊണ്ടാണ് ഇത് ആഗമസന്ധി ആയത്? എന്തുകൊണ്ട് ആഗമസന്ധി ആയത്? ഇവിടെ നമുക്കൊരു നിയമത്തെ ഓർക്കാം. എങ്ങനെ? പ്ലസിന് ശേഷം സ്വരാക്ഷരം വരികയും ചേർത്തെഴുത്തിൽ യാ വാ എന്നിവ വരികയും ചെയ്താൽ അത് എന്തായിരിക്കും? ആഗമസന്ധി ആയിരിക്കും. ഓക്കെ, എങ്ങനെ പറയാം? പ്ലസിന് ശേഷം സ്വരവും ചേർത്തെഴുത്തിൽ യാ വാ വന്നാൽ ഇത് എന്താണ്? ആഗമസന്ധിയാണ്. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ പിരിച്ചെഴുത്ത് പഠിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സന്ധി എന്ന് പറയുന്നത്. സന്ധി എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സന്ധി. സന്ധി പ്രധാനമായിട്ടും എത്ര തരത്തിലുണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലെ. ഏതൊക്കെയാ അത്? ആഗമസന്ധി ഉണ്ട്, ദ്വിത്വസന്ധി ഉണ്ട്, ലോപസന്ധി ഉണ്ട്, ആദേശസന്ധി ഉണ്ട്. അപ്പൊ ഇതിലെ ആഗമം രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി കടന്നു വന്നാൽ അത് ആഗമമായിരിക്കും. ഒന്ന് ഇരട്ടിക്കുവാണെങ്കിലോ അത് ദ്വിത്വമായിരിക്കും. ഒന്ന് കുറഞ്ഞു പോയാൽ അത് ലോപമായിരിക്കും. ഒന്ന് പോയി തൽസ്ഥാനത്ത് പുതിയൊരു വർണ്ണം വന്നാൽ ആദേശമായിരിക്കും. അപ്പൊ അത് കൃത്യമായി പഠിച്ചു പോവാ. ഈ ഒരു ചോദ്യം പഠിക്കുമ്പോ തന്നെ നമ്മളോട് സന്ധി കൂടി ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊന്ന് നോക്കിയേ. ഇതേപോലെ തന്നെ പിരിച്ചെഴുത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചോദ്യമാണ്. വാക്ക് അധികം മയം ചേർത്തെഴുതുക. പല PSC പരീക്ഷകളിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. എന്താ ഇവിടെ വരിക? വാഗ്മയമാണോ, വാങ്മയമാണോ, വാഗ്മയമാണോ? ഇവയൊന്നുമല്ല. ഇവിടെ ആൻസർ ആയിട്ട് എന്താ വരുന്നത്? വാങ്മയാണ് അല്ലെ. വാക്ക് അധികം മയം, വാങ്മയം. അതുപോലെ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒന്നാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. ഋഗ്വേദം. ഓക്കെ, ഋഗ്വേദം. എങ്ങനെയാ ഋഗ്വേദം? ഋഗ് അധികം വേദമാണ് ഋഗ്വേദം. അതുപോലെ തന്നെ വിണ്ടലം. വിണ്ടലം ചോദ്യം വരാറുണ്ട് അല്ലെ. വിണ്ടലം. വിൺ പ്ലസ് തലമാണ് വിണ്ടലം. വിൺ പ്ലസ് തലം വിണ്ടലം. അതുപോലെ നന്മ. നന്മയാണെങ്കിലോ നല് പ്ലസ് മണിയാണ് നന്മ. അപ്പൊ ഇങ്ങനെ കുറെ പദങ്ങള് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ആവർത്തിച്ച് വരുന്ന പദങ്ങളെ എന്ത് ചെയ്യാ? നോട്ട് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയ വിണ്ടലം നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു. എങ്ങനെയാ വിണ്ടലത്തെ പിരിക്കുന്നത്? വിണ്ണധികം തലമാണ് അല്ലെ. വിണ്ണധികം തലം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് ഏത് സന്ധിയാണെന്ന് ചോദിച്ചാൽ ഇത് ആദേശസന്ധിയാണ്. എങ്ങനെയാണ് ഇത് ആദേശം വന്നതെന്ന് നമുക്ക് ചോദിച്ചാൽ പറയാം. പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ അനുസാരം വിസർഗം ചില്ലക്ഷരം ഇവ വരികയും ചേർത്തെഴുത്തിൽ അവ കാണാതിരിക്കുകയും ചെയ്താൽ അത് എന്തായിരിക്കും? ആദേശസന്ധി ആയിരിക്കും. അതുപോലെ അടുത്തത് നെന്മണി. നെന്മണി എന്ന് പറയുന്നത് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാ പറയുന്നത്? പിരിച്ചെഴുതുമ്പോ നെല് അധികം മണിയാണ് അല്ലെ. നെല് അധികം മണിയാണ്. ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ ആദേശസന്ധിയാണ്. കാരണം എന്താ? പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമുണ്ട്. ചേർത്തെഴുതുമ്പോ അവിടെ ഉണ്ടോ? ഇല്ല. ഒന്ന് പോയി തൽസ്ഥാനത്ത് പുതിയൊരു വർണ്ണം വന്ന് ചേർന്നു. ഇനി അടുത്തത് കേട്ടു. കേട്ടു എന്ന് പറയുന്നത് എങ്ങനെയാ പിരിച്ചെഴുതുന്നത്? കേട്ടു എന്ന് പറയുന്നത് കേൾ പ്ലസ് തൂ ആണ് കേട്ടു അല്ലെ. കേൾ പ്ലസ് തൂ കേട്ടു. നിങ്ങൾ ആണെങ്കിലോ നിങ്ങൾ എങ്ങനെ നമ്മൾ പിരിക്കുന്നത്? നിൻ പ്ലസ് കള്ളാണ്. നിന്നധികം കള്ളാണ് നിങ്ങൾ. ഇനി നന്മയാണെങ്കിലോ നന്മ നല് അധികം മായാണ് നന്മ. അതുപോലെ തൺ പ്ലസ് താർ ആണെങ്കിൽ തണ്ടാർ. പോ അധികം ഒന്നു ആണെങ്കിൽ അത് പോവുന്നു. പോ അധികം ഒന്നു പോവുന്നു. അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് കണ്ടുവരുന്നതാണ്. ഇതൊക്കെ പ്രത്യേകം എന്ത് ചെയ്യണം? നോക്കി പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ.
നദിയുടെ പര്യായമല്ലാത്ത പദം ഏത്? കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് ഈ പര്യായം, പദശുദ്ധി, ഒറ്റപദം, വിപരീതം നമ്മളെ കൊടുക്കുന്ന കുറെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിനകത്ത് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ഏതാണോ അതിന് തെരഞ്ഞെടുത്ത് പഠിച്ചാൽ കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കും. ഇവിടെ നോക്കിയേ, പല പരീക്ഷകളിലും നദിയും മേഘമൊക്കെ ചോദിച്ചിട്ടുണ്ട്. നദിയൊക്കെ നോക്കി വേണം പോവാൻ. നദിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാ? ദ്വീപവതി അല്ലെ. ദ്വീപവതി എന്ന് നദിയാണോ? അതുപോലെ ധ്വനി, സ്രോതസ്, പയോധം. ഇവിടെ നദിയുടെ പര്യായമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. പയോധം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മേഘമാണ്. മേഘം. പയോധം എന്ന് പറഞ്ഞാൽ മേഘമാണ്. അപ്പൊ നദിയുടെ പര്യായം എന്തൊക്കെയാണെന്ന് കിട്ടിയല്ലോ. എന്തൊക്കെയാ നദിയുടെ പര്യായം? ദീപവതി, അതുപോലെ ധ്വനി, സ്രോതസ്, തടിനി, നിമ്നക, വാഹിനി, കല്ലോലിനി, തരംഗിണി. ഓക്കെ, ദീപവതി, ധ്വനി, സ്രോതസ്, തടിനി, നിമ്നക, വാഹിനി, കല്ലോലിനി, തരംഗിണി. ഇത്രയുമാണ് നദിയുടെ പര്യായം. മേഘത്തിന്റെ പര്യായോ? വാരിധം, മുകിൽ, അബ്രം. അബ്രം, മുകിൽ, വാരിധം. ഇതാണ് മേഘത്തിന്റെ പര്യായമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അടിവരിട്ടത് അകത്തമ്മ ചമഞ്ഞു. ഇവിടെ കളർ വ്യത്യാസം കണ്ടില്ലേ? ഇതാണ് കേട്ടോ. അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. ശൈലികളിൽ നിന്ന് 1 മാർക്കിന്റെ ചോദ്യം എപ്പോഴും വരാറുണ്ട്. അപ്പൊ ഈ ശൈലികൾ പഠിക്കുന്ന സമയത്ത് എന്താണ് ശൈലി? ശൈലി എന്ന് വളരെ എളുപ്പത്തിൽ മാർക്ക് നേടാൻ പറ്റും. അത്രയും ശ്രദ്ധയില്ലെങ്കിൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് 1 മാർക്ക് പോകുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോ. ശൈലികൾ എന്ന് പറയുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ആവേശത്തിന് ആരും ഉത്തരം എടുത്ത് എഴുതരുത്. എന്താണ് ശൈലികൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്താ ശൈലികൾ എന്ന് പറഞ്ഞാല് അതായത് ഒരു പ്രത്യേക വിഭാഗക്കാര്, നമ്മുടെ പഴമക്കാര് അല്ലെ, നമ്മുടെ പഴയ ആളുകൾ, പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാര് അവരുടെ ജീവിതത്തിലെ, അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ആവിഷ്കരിക്കപ്പെട്ടവയാണ് ശൈലികൾ, പഴഞ്ചൊല്ല്. അതിനകത്തൊക്കെ എന്തുണ്ട്? അർത്ഥങ്ങളുണ്ട്, കുറേ അർത്ഥമുണ്ട്. അപ്പൊ വളരെ ചുരുക്കിയിട്ട് ഒരു കാര്യത്തെ അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ളതാണ് ശൈലി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ശൈലി കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ അതിനെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ നോക്കിയേ, അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. അപ്പൊ എന്താ ഈ അകത്തമ്മ ചമയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക ആണോ? എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക എന്ന് പറയുന്നതാണോ? അതോ വലിയ മേന്മ നടിക്കുക എന്നാണോ? അമ്മമാരുടെ വേഷം കെട്ടുക എന്നാണോ? മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക? ഏതാ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അകത്തമ്മ ചമയുക എന്ന് പറയോ? ഇല്ല, അതല്ല. പിന്നെ എന്താ? വലിയ മേന്മ നടിക്കുക, അമ്മമാരുടെ വേഷം കെട്ടാന്നാണോ? അതുമല്ല. മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുകയാണോ? അതുമല്ല. മറിച്ച് എന്താ? വലിയ മേന്മ നടിക്കുക അല്ലെ. അകത്തമ്മ ചമയുക. നമ്മൾ പഴയ ആളുകൾ പറയുന്നേക്കാം, അവള് വലിയ അകത്തമ്മ ചമയുക. അതായത് എല്ലാം ഉണ്ട് എന്നുള്ള ഒരു മേന്മ നടിക്കുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമായിട്ട് വരുന്നത്. അതുപോലെ ശൈലിയിൽ ചോദിക്കുന്നതാണ് ചെണ്ട കൊട്ടിക്കുക, ശതകം ചൊല്ലിക്കുക, ഭരതവാക്യം ചൊല്ലുക. ഇങ്ങനെ കുറെ ശൈലികളുണ്ട്. ഈ ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? അവസാനിപ്പിക്കുക അല്ലെ. അതേപോലെ ധനാശി പാടുക, ആലത്തൂർ കാക്ക. എന്താ ഈ ആലത്തൂർ കാക്ക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം? ആശിച്ച കാലം കഴിക്കുന്നവരെയാണ് ആലത്തൂർ കാക്ക എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ശൈലികളും വരുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ച് ഉത്തരം എഴുതാൻ നോക്കാം. ചില സമയങ്ങളിൽ ആൻസർ എല്ലാം ഒരുപോലെ നമുക്ക് തോന്നും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഭാഗക്കാര്, നമ്മുടെ പഴയ ആൾക്കാര്, പഴയ തലമുറയിൽപ്പെട്ടവര് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ആവിഷ്കരിച്ചെടുക്കപ്പെടുന്നതാണ് ഈ ശൈലികളും പഴഞ്ചൊല്ലും പ്രയോഗമൊക്കെ. അപ്പൊ അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. അതിനെ കുറച്ചുകൂടി തീവ്രമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ 1 മാർക്ക് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്ലാസ്സിനകത്ത്
ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ വളരെ കുറച്ച് ചോദ്യങ്ങളാണ്, എന്നാൽ ആ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും PSC പരീക്ഷയ്ക്ക് എല്ലാം നമ്മൾ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവാ. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് കോമൺ മലയാളമാണ്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകരിക്കുന്ന മലയാളമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടേക്കുന്നത്. അതുപോലെ CCയിലെ എല്ലാ കോഴ്സുകളും നിങ്ങൾ എല്ലാ PSCക്കും തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഇവിടെ ദേവസ്വം ബോർഡ് ആണെങ്കിലും, അതുപോലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണെങ്കിലും, അസിസ്റ്റന്റ് സെയിൽമാൻ ആണെങ്കിലും എല്ലാവിധ കോഴ്സും ഇവിടെ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർ സപ്പോർട്ടും വീക്കിലി എക്സാമോട് കൂടിയിട്ടും ഒക്കെ നമുക്കിത് പഠിച്ച് റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലെത്താം. ഇനി ഒട്ടും സമയം കളയണ്ട. ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.